ഇതിന്റെ മുതലാളി ഞാനാണ് കേട്ടോ. വമ്പത്തരത്തിന് നിൽക്കണ്ട കേട്ടോ. വെല്ലോണ്ടി നെല്ലുമ്പോ നോക്കണ്ട കേട്ടോ. കൊയ്ത് സേട്ടോ തുന്നല് സേട്ടോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും ആസ്ട്രോവേഴ്സ് ക്രൂവിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ദ ബേബി നെല്ലോ എന്ന് പറയുന്ന ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ ബേബി നെല്ലോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ പോയി ചെക്കൗട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടാലേ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് മനസ്സിലാവുള്ളൂ. ഇന്ന് നൈറ്റ് 2 ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ നടക്കുന്നില്ലതൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെയും അതേ പെരയിലോട്ട് എത്തിയിരിക്കുന്നു. കുട്ടീനൊന്നും ഇവിടെ കാണാനില്ല. അതാ അവിടെ ചെറുക്ക ടി വി കണ്ടിരിക്കേ. സുബ്ഹാനല്ലാഹ്, ഓൻക്കിന് പാലും കൊടുക്കണം. ഫ്രിഡ്ജ് പോയി തന്നാലടഞ്ഞു ഗൈസ്. അപ്പോൾ പാൽക്കുപ്പിയും കാണല്ല. ഓ മൈ ഗോഡ്, എന്തത്? ഫുൾ മാജിക്കാണ്. ഡോറാട് ഇവിടെ ഫുൾ കാറ്റ് എന്തൊക്കെയാണ് ഗൈസ്. ലോക്ക്ഡോ ആ കുട്ടി കുരുപ്പിനെ ഞാൻ എവിടെ ഇനിയിപ്പോൾ ആ പാൽക്കുപ്പി വന്നാലേ തുറക്കുള്ളൂ. ചേർക്കാൻ പാൽക്കുപ്പി അവിടെയും കൊണ്ടുപോയി വെച്ചിട്ട് ഇതൊക്കെ ഇപ്പോൾ എപ്പോൾ ചെയ്യുന്നു ഗൈസ്. ഒരു ഫ്രിഡ്ജ് തുറക്കാൻ പോയപ്പോൾ തന്നെ എവിടെ പാൽക്കുപ്പി? എന്താ അവിടെ പാൽക്കുപ്പി കിട്ടി പാൽക്കുപ്പി കിട്ടി. വിൽക്കാം. ഇനി തുറക്കുമോ? തുറന്നു. എവിടെ കുട്ടി കുരുപ്പി? ഞാൻ ഓനത് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ? ഒന്നും അറിയാത്തായി. എന്താ പോൻ്റെ ചെറിയ ഒന്നും അറിയാത്ത മാതിരി ഉണ്ടാകണം. പൊളിച്ചടിച്ചു നോക്കിക്കോ ചെറുക്ക. എല്ലാ വിക്രസും കാട്ടി കൂട്ടിച്ചിട്ട് ഇതെല്ലാം അവിടെ പോയി തുറന്ന് മുണ്ട പാലും കുടിച്ച് വന്ന് കടന്നുറങ്ങി. അടുത്തത് വിട്ടു. ഇനിയിപ്പോൾ അനക്കി വൃത്തിയാക്കി. എനിക്കൊന്ന് ടി വി കാണാൻ സമയം തരും ഇവിടെ ചെറുക്കെ. അവിടെ കിടക്കുമുണ്ടാതെ. ഇനി പോയിട്ട് ഡൈപ്പർ എടുത്തിട്ട് വരാം. ഡൈപ്പറിന് കണ്ണു മൂക്കൊക്കെ മുളിച്ചു. അപ്പോഴേക്ക് ഡൗട്ട് ഉണ്ടായിന് ഈ പേര എന്തോ അവിടെ തന്നെ ഇരിക്കട്ടോ. ഡൈപ്പറിനെ പിടിച്ചിട്ട് വരാം. ചങ്ങായി ഡൈപ്പർ ഉണ്ടാ ഗൈസ്. ഡൈപ്പർ ഓടി പോകുന്നു ഗൈസ്. എവിടെ എന്താ അവിടെ താത്തും തൂക്കി ചെറുക്കനേറ്റി. അപ്പോൾ കുട്ടീനെ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഡൈപ്പറിന് നോക്കേണ്ടി വരുമോ? ഡൈപ്പറേ പോയി. എവിടെ പിന്നെയും പോയോ? ഒരു ചങ്ങായിനേറ്റ് ഡൈപ്പർ ബെഡ്റൂമിൽ. അങ്ങനെ തന്നെ എനിക്കൊക്കെ അങ്ങനെ തന്നെ വേണ്ട. അങ്ങനെ തന്നെ 4 കിട്ടുമ്പോഴേക്കൊക്കെ പഠിച്ചുള്ളൂ. എമർജൻസിന് പാൽ എന്തൊക്കെ കാട്ടി വെച്ചിരുന്നു കഴിച്ചു. നമുക്ക് എന്തായാലും പിന്നെ നോക്കാം. അന്നാദ്യം കൊണ്ടുപോയിട്ട് അവൻ്റെ മേത്തിട്ടാൽ ഇനിയിപ്പോൾ ആ കുട്ടി പറക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ സൂപ്പർമാൻ്റെ ചെടിയും പിടിച്ചിട്ട് കുട്ടി ഇങ്ങോട്ട് വാ. പെര മാറാനേ നിൽക്കണേ ഏകദേശം. അവിടെ കണ്ണാന്താ പായി? അല്ല എനിക്കിപ്പോൾ എന്തായി? എന്തോ വശപ്പിശക്ക് തോന്നുന്നു. നാളെ പോയിട്ട് മോലി റൂട്ടീന് വിളിച്ചിട്ട് തന്നെ ഒന്ന് വീങ്ങിടാണ്ട്. എന്തിങ്ങോട്ട് വാ. ആദ്യം കൊണ്ടുപോയി ബെഡിലിട്ടെ. എന്താണ് വാട്ടാപ്പൻ? എന്താണ് ഇന്നെങ്ങനെ നോക്കുന്നത്? എന്താ ബെഡ് പോയിരിക്കും അവിടെ തന്നെ ഉണ്ടാതെ കളന്നോടെ. എനിക്ക് കഥയും വായിച്ചെൻ്റെ വീട്ടിൽ അവിടെ കഥ ബുക്ക്. ഇന്ന് നമ്മൾ മൊയലച്ഛൻ്റെ കഥ പറഞ്ഞുതരാം. ഇതിൽ ഒന്നുമില്ല. ദ പ്രിൻസ് ആൻഡ് ദ റാബിറ്റ്. ഇത് നമ്മൾ സുഖത്തിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൊയിലും ആമൻ്റെ കഥ. വേറെ ഒന്നുമല്ല. മൊയിൽ മടികാട്ടി അവിടെ പോയി കുത്തിയിരുന്നു. പക്ഷേ ആമന്താട്ടി ആ കിട്ടിയ ചാൻസിൽ ഓടി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഗൈസ്. എന്തവിടെ? റാബിറ്റ് പ്രിൻസിൻ്റെ അടുത്ത് പോയി. പ്രിൻസ് പറഞ്ഞു, വാ നമുക്ക് കളിച്ചാന്ന്. ഭയങ്കര ഉണ്ട കണ്ണ് തുറപ്പിച്ചിട്ട് ചുവന്ന കണ്ണോടെ നോക്കി. മൊയിൽ പേടിച്ച് വിറച്ച് ഓട്ടി. നീയൊക്കെ ഇത് കേൾക്കണ്ടോടാ ചെറുക്ക? എന്നിട്ട് ചെറുക്കനെ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താ എനിക്ക് അത് കുട്ടിക്കുരുപ്പത്തരം കാട്ടിയ പറഞ്ഞിട്ട് കാര്യമില്ല കഴിച്ച്. ആരപ്പം ഇതൊക്കെ വായിച്ച് കൊടുത്തിരിക്കുക ഇവിടെ? വായിച്ചെന്നെ ഇനി ഒന്നും കൂടി വായിച്ചാ. നല്ല കഥ അല്ലേ? ഞാൻ തീർത്തിട്ടില്ല ഇന്നത്. എന്താ അടക്കളക്ക് കണ്ണ് മാറ്റി കളിച്ചു? കാണുമ്പോൾ തന്നെ പേടിയുണ്ട്. യു ബ്ലഡി ഫുൾ ചെറുക്ക. ആനി പിന്നെ എനിക്കെന്താ വേണ്ട? അതെങ്കിലും ഒന്ന് പറയാം. എങ്ങനെയായിട്ട് എന്താണ്? ബൊമ്മ ആണോ? പൂച്ചക്കുട്ടീനെ തെറ്റേ. കഴിഞ്ഞ പ്രാവശ്യം പൂച്ചക്കുട്ടീനെ തന്നെ പടങ്ങിയിരുന്നു. എന്നാൽ പൂച്ചക്കുട്ടി അത് വേണ്ടേ? പിന്നെ നല്ല ആടും കുട്ടി, നല്ല മൂരിയാട്. എങ്ങനെ ഇത് തെറ്റേ?
എന്നാ പൊടി ആടാ ചാട് അതും വേണ്ടേ? എനിക്ക് എന്താടാ ചെറുക്കാൻ വേണ്ടത്? നീ മൊയിലും കുട്ടീനെ എന്തായാലും കഥയിൽ കേട്ട മൊയിലല്ലേ, നല്ല മൊയിലല്ലേ. ഐ ഇനി മുണ്ടാതെ അവിടെ കുത്തിയിരുന്നോണ്ടിട്ടോ ഒച്ചും ഉണ്ടാക്കിയ മണ്ട കിട്ടും. ഇതാ അടുത്ത കഥ വായിച്ചരാ. ഞാൻ എൻ്റെ പിള്ളേർക്ക് കഥ വായിച്ചു കൊടുക്കുന്നു. നേരത്തെ എൻ്റെ ഒരു എന്താ കേക്ക്. കാടിലൂടെ പോലെ ആ പെണ്ണെന്താട്ടി ആ മൊയിലിനെ ചേസ് ചെയ്യുന്നു. മൊയിൽ ഹോപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ചാടുന്നത്. ഞങ്ങളവിടെ കിരിക്കും കിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ചാടല്, അവിടെ ഹോപ്പ് ഹോപ്പ് എന്നാണ്. എന്താ കാട്ടുക, ഇംഗ്ലീഷിൽ പോയില്ലേ. പിന്നെ ആ പെണ്ണ് ആ റാബിറ്റിന് ഒരു സ്വൈരം കൊടുത്തില്ല, പിന്നാലെ ഓടിച്ചിട്ട് അടിച്ചിരുന്നു. എന്താ കാട്ടുക, പാവ മൊയിൽ. വെരി പാവം. ആ മൊയിലിൻ്റെ കഥ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമം വരുന്നു. മൊയിൽ എങ്ങനെയൊക്കെ തടി കാടാൻ വേണ്ടി രക്ഷപ്പെടുത്താൻ എന്തൊക്കെ വഴി കാട്ടിയിട്ടും ഒന്നും നടന്നില്ല. മതിയില്ലേ, എനിക്ക് ഓർക്കം വരുന്നുണ്ട്. ഞാൻ പോയി കുറച്ച് നേരം ടി വി കണ്ട് കാണുന്നു. കുട്ടി ഇറങ്ങി മെല്ലെ പോവാം. ആരും ഉണ്ടാട്ടാ, മെല്ലെ പോവാം. ഇനി നമുക്ക് ടി വിയിൽ നല്ല കോളൊക്കെ കുടിച്ച് എനിക്ക് തിരിഞ്ഞ് ടി വി ഒക്കെ കാണാം. നല്ല സുഖസുന്ദരമായിട്ട്. എന്താ ആരൊക്കെ കോളിംഗ് ബെല്ലടിച്ച് കേൾക്കട്ടെ. ഇഷ്ടായി. ഇതില്ലല്ലോ. വാട്ട് ഈസ് ദിസ്? ടോസ്റ്റി 4000. എന്ത് സാധനം 4000? 4000ത്തിൻ്റെ വില? ഇവിടെയൊക്കെ എന്തൊരു വില. അതവിടെ എന്തായാലും അവിടെ വെക്കട്ടെ. നമുക്ക് എന്തായാലും ടി വി ആണ്. ആരൊക്കെ ഇത് ചട്ടിയും തലയിൽ വെച്ചിട്ട്? എനിക്ക് നല്ല ആൾക്കാൻ വേണ്ടി കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോവാൻ. എന്തേ ആയാ ലോഡിങ്? വാട്ട് ഹാപ്പൻഡ്? എനിത്തിങ്? ബ്ലാ ബ്ലാ ബ്ലാ. ലോഡിങ്. പാൽക്കുപ്പി. എന്തായി വേമ്പറിയൂ. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നൈറ്റ് 2 ഭയങ്കര ഷോർട്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. നമ്മളിനിപ്പോൾ ചിലപ്പം 2 നൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് അടിക്കുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്സ്. അപ്പോൾ നമ്മൾ ഡേ 3 നൈറ്റ് 3 അതിൻ്റെ അടുത്ത എപ്പിസോഡിലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും. ദിസ് ഈസ് യുവർ ആസ്ട്രോവേഴ്സ് ക്രൂ സൈനിങ് ഓഫ്. ബൈ.